13 പേർക്ക് ഒരു നായകടി ഏറ്റിട്ട് അത് ആ നായ്ക്ക് പേവിഷബാധ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ തെരുവുനായ ശല്യം കേരളത്തിൽ രൂക്ഷമാകുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഈ റാബിസ് പോലെയുള്ളത് നേരിടാനുള്ള സജ്ജമാണോ? ഒരു സംശയം വേണ്ടല്ലോ. നമ്മളിതിൻ്റെ കണക്കുകൾ എല്ലാം പുറത്തു വിട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഡിസംബർ വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 6 ലക്ഷം പേരിലധികം പേർക്ക് നമ്മൾ ആൻറ്റി റാബിസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. 6 ലക്ഷം പേർക്ക് ഡോഗ് ബൈറ്റ്സ് ആനിമൽ ബൈറ്റ് ഏറ്റിട്ട് അത്രയും പേർക്ക് നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ട്. IDRVയും അതോടൊപ്പം തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിനും. അപ്പോൾ നേരത്തെ കാറ്റഗറി അനുസരിച്ചിട്ടാണ്, വൂണ്ടിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ തന്നെ അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് ആണ് പോകുന്നത്. അപ്പോൾ അത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ആൻറ്റി റാബിസ് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിൽ ഒരു ഘട്ടത്തിൽ എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ടായി. അതായത് ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്ന് പറയുകയുണ്ടായി. കേരളത്തിൽ ക്വാളിറ്റി ഇല്ലാത്ത ആൻറ്റി റാബിസ് വാക്സിൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മൾ കേന്ദ്ര ലാബ് സർട്ടിഫൈ ചെയ്യുന്ന ആൻറ്റി റാബിസ് വാക്സിനാണ് കൊടുക്കുന്നത്. അതുകൂടാതെ അന്നത്തെ ആ നിലയിൽ ചില മാധ്യമങ്ങൾ എഴുതിയപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തന്നെ വന്ന് അവർ റാൻഡമായിട്ട് വന്ന് അവിടുന്ന് എല്ലാം എടുത്തിട്ട് പോയി. ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന്, ആശുപത്രികളിൽ നിന്നൊക്കെ ആൻറ്റി റാബിസ് വാക്സിൻ എടുത്തിട്ട് പോയി. അവർ തന്നെ സർട്ടിഫൈ ചെയ്ത് നമ്മൾ സപ്ലൈ ചെയ്ത വാക്സിൻ വീണ്ടും അവർ പരിശോധിച്ചിട്ട് അതിലൊരു പ്രശ്നവും ഇല്ല എന്ന് വീണ്ടും സർട്ടിഫൈ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതിൽ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ചെയ്തു. അതാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആനിമൽ ബൈറ്റിൽ വാക്സിൻ എടുക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ എത്രയും അധികം നമ്മൾ അതിലൊരു എഫേർട്ട് എടുക്കുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. 4-ാം തീയതി കാണാം.